നമസ്തേ. മാർച്ച് മാസം 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില ഫലങ്ങൾക്ക് എല്ലാവരിലും തന്നെ ചെറിയ മാറ്റങ്ങളുണ്ടാവും. കാരണം ശനിഗ്രഹം നമുക്ക് നൽകിക്കൊണ്ടിരുന്ന ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും രാശിമാറ്റത്തിൽ ചെറിയ വ്യതിയാനം ഉണ്ടാവുമല്ലോ. അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഈ ശനിമാറ്റത്തിന്റെ ഫലം പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഈ ശനിമാറ്റം ചിലർക്ക് ഗുണമായിരിക്കും, ചിലർക്ക് ദോഷമായിരിക്കും. അപ്പോൾ ഗുണമുള്ളവരും ദോഷമുള്ളവരും അറിഞ്ഞിരിക്കുക. അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുക. ശനിമാറ്റം കൊണ്ട് ദോഷമുള്ളവർ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ടതായ പരിഹാരങ്ങളൊക്കെ ചെയ്യണം. കാരണം 2.5 വർഷത്തോളം കാലം ഈ ശനി അടുത്ത രാശിയിൽ സഞ്ചരിക്കേണ്ടതാണ്. അതിൻ്റെതായ നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ദോഷമുള്ളവർ അവരുടെ പരിഹാര കർമ്മങ്ങളൊക്കെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നത് ദോഷത്തെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കും. ഇത് ഞാൻ ദിവസവും നക്ഷത്രഫലം ഇടുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ ഇതും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം എൻ്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടാൻ അത് അത്യാവശ്യമാണ്. പിന്നെ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ഫലം ലഭിക്കണമെന്നുള്ളവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം, നാള്, പേരൊക്കെ ഇതിലേക്ക് മെസ്സേജ് ചെയ്യുക. അതിനൊരു പ്രത്യേക ഫീസ് ഉണ്ടായിരിക്കും എന്നും കൂടെ അറിയിക്കുകയാണ്. ഇനി നമുക്ക് ശനിമാറ്റത്തിലേക്ക്, അതിൻ്റെ ഫലത്തിലേക്ക് വരാം. മേടക്കൂറുകാർ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 12-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. 7.5 ശനി തുടങ്ങുകയാണ്. 7.5 ശനികാലമൊന്നും ആർക്കും അത്ര അനുകൂലമായി കൊള്ളുന്നില്ല. പക്ഷെ ജാതകത്തിൽ ശനി അനുകൂലമായി നിൽക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ പോലും ഈ 7.5 ശനിയുടെ മാറ്റം, 7.5 ശനിയൊക്കെ വരുന്നതുകൊണ്ടും ശനി 12-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ടും അത്ര മേന്മയൊന്നുമില്ല. ചിലരുടെയൊക്കെ വീഡിയോ നോക്കിയാൽ ശനി വളരെ ഗുണകരമാണ്, 12-ാം ഭാവത്തിൽ നോക്കി കേൾക്കാം. പക്ഷെ അതൊന്നും ജീവിതത്തിൽ പ്രായോഗികമാകും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളത് ജീവിതത്തിൽ മനസ്സിലാക്കുക. മറ്റ് ഗ്രഹങ്ങളൊക്കെ ജാതകത്തിൽ നല്ലതാണെങ്കിൽ ഇതിൻ്റെ ദോഷമൊക്കെ കുറയുന്നു മാത്രമേ ഉള്ളൂ. എന്തായാലും 7.5 ശനി കാലഘട്ടമൊക്കെ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കി മേടക്കൂറുകാർ മുന്നോട്ട് പോവുക. ശ്രദ്ധിക്കേണ്ടതായിട്ട് അവർ ചെയ്യേണ്ട കാര്യം, നീച ജന സംസർഗത്തിലൂടെ ധനച്ചെലവ് ഉണ്ടാകുന്നതാണ്. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം പ്രത്യേകമായിട്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടമുണ്ടാകും മേടക്കൂറുകാർക്ക്. അതേപോലെ സ്വജനമായിട്ട് അകന്നു പോകാനും കലഹിക്കാനും ഒക്കെയുള്ള യോഗങ്ങളുണ്ട്. ധനപരമായ ചിലവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. ശത്രുക്കൾ മൂലം കർമ്മരംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും, അസംതൃപ്തി ഉണ്ടാവും. പൊതുവെ സുഖാനുഭവങ്ങൾ കുറയുന്ന ഒരു കാലമാണ് ശനിയുടെ മാറ്റം കൊണ്ട് മേടക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജാതകമൊക്കെ വളരെ അനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കുറയും. എങ്കിലും കുറച്ചൊക്കെ എന്തായാലും ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി ഇടവക്കൂറ്, കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരത്തിന്റെ ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാർക്ക് 11-ലേക്കാണ് ശനി മാറുന്നത്. 9, 10 ഭാവാധിപന്മാരാണ് ചന്ദ്രാൽ 11-ലേക്ക് മാറുന്നത്. ഇപ്പൊ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് അംഗീകാരങ്ങളൊക്കെ ലഭിക്കും, ബഹുമാന്യത ലഭിക്കും, മറ്റുള്ളവരുടെ ആദരവ് ഒക്കെ ലഭിക്കും.
ധനപരമായി ഇടവം രാശിക്കാർക്ക് ഗുണകരമാണ്. മക്കളിൽ നിന്നൊക്കെ അനുകൂലമുണ്ടാകുന്ന ഒരു സമയമാണ്. വളരെ നന്നായി ശ്രദ്ധിച്ചാൽ ഇടവക്കൂറുകാർക്ക് ജാതകത്തിലും കൂടെ ശനി അനുകൂലമാണെങ്കിലും ഉന്നത പദവികൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റു എവിടെയാണെങ്കിലും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശനി ദോഷകരമൊന്നും അല്ല, എല്ലാവർക്കും മനസ്സിലാക്കുക. ദോഷമുള്ളവർക്കേ ദോഷമുള്ളൂ. ശനി അങ്ങനെ വലിയ ദോഷക്കാരനൊന്നുമല്ല. ഗുണം ചെയ്താൽ നന്നായി ഗുണം ചെയ്യുന്നതാണ് ശനി. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, മേന്മയുണ്ടാകുക തന്നെ ചെയ്യും. നന്നായിട്ട് ശനീശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ. ഇനി മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 10ലേക്കാണ് വരുന്നത്. കർമ്മഭാവത്തേക്കാണ്. കണ്ടകശനിയാണ്. തൊഴിൽ രംഗത്തൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കും. ക്ലേശമാണ്. അതേപോലെ 8, 9 ഭാവാധിപന്മാരായിട്ട് ചന്ദ്രാൽ 8, 9 ഭാവാധിപന്മാരായിട്ട് വരുന്നവരാണ് 10ൽ നിൽക്കുന്ന ഇത്. അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പൊ കർമ്മരംഗത്ത് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും. സ്ഥാനമാറ്റം, സ്ഥാനചലനം ഒക്കെ സംഭവിക്കാം. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, വിഘ്നങ്ങൾ ഉണ്ടാകും, ക്ലേശങ്ങൾ ഉണ്ടാകും. മാനസികമായ പിരിമുറുക്കം ഈ മിഥുനക്കൂറുകാർക്ക് ശനിമാറ്റം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മനസ്സൊക്കെ സ്വസ്ഥമാക്കാൻ നന്നായി ശ്രമിക്കണം എന്നർത്ഥം. ശാരീരിക ക്ലേശങ്ങൾ മൂലം ഉണ്ടാകും. തൊഴിലൊക്കെ ചിലപ്പോൾ മാറേണ്ടതായിട്ടൊക്കെ വരും. ചില തൊഴിലുകളിലെല്ലാം ചേഞ്ച് ഉണ്ടാകും. അതല്ലേ മാതൃപിതൃ സ്ഥാനികർക്കൊന്നും അനുകൂലമല്ല. വാദസംബന്ധമായ അസുഖമുള്ളവർക്കൊക്കെ ഈ മിഥുനക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതൊന്നും ആയിരിക്കില്ല. അതുപോലെ ഈ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക്, തൊഴിലാളികളെയൊക്കെ വെച്ച് വർക്ക് നടത്തുന്നവര്, അവരുടെ തൊഴിലാളികളിൽ നിന്ന് അവർക്ക് നല്ല സമീപനമൊന്നും 2.5 വർഷക്കാലത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ശനിദോഷമൊക്കെ ജാതകത്തിൽ ദോഷകരമായ സ്ഥാനത്തും കൂടെ ആണെങ്കിൽ മിഥുനക്കാർക്ക് നന്നായിട്ട് ദോഷം ബാധിക്കും എന്ന് മനസ്സിലാക്കണം. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം 9ലേക്കാണ് മാറുന്നത്. ഭാഗ്യാനുഭവങ്ങൾക്ക് വളരെയധികം കുറവ് വരുന്ന ഒരു കാലഘട്ടമാണ്. ഭാഗ്യദോഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ ഭാഗ്യദോഷങ്ങൾ വരുന്നതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പുണർദം കാൽഭാഗം, പൂയം ആയില്യം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അവർക്ക് ഭാഗ്യദോഷം, ഭാഗ്യക്കുറവൊക്കെ 2.5 വർഷക്കാലം അപ്രതീക്ഷിതമായി ഉണ്ടാകും. അതുപോലെ 9ലേക്കാണ് മാറുന്നത്. 7, 8 ഭാവാധിപന്മാരാണ് 9ലേക്ക് വരുന്നത്. 7ാം ഭാവാധിപൻ 9ലേക്ക് വരുമ്പോൾ അനുകൂലമല്ല. ഭാഗ്യാനുഭവങ്ങൾക്ക് നഷ്ടമുണ്ടാകും. ജീവിത പങ്കാളി ആയിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും അകന്നു നിൽക്കലുകളും ഒക്കെ ഉണ്ടാകാം. ശ്രദ്ധിക്കണം അത്. അതേപോലെ അനാവശ്യമായ ചെലവ് ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. ഇപ്പോൾ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ടത് ചെയ്യണം. 8ാം ഭാവാധിപനാണ് 9ൽ വരുന്നത്. 9ാം ഭാവം എന്ന് പറഞ്ഞാൽ മക്കൾ സ്ഥാനം കൂടെ, 5ാം ഭാവവും 9ാം ഭാവവും മക്കളും കൂടെ വരും. ഭാഗ്യാനുഭവമൊക്കെ വരുന്നതാണ്. അപ്പോൾ മക്കളെ കൊണ്ടുള്ള മനക്ലേശം ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ കുറയും. മക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വരും. കുടുംബത്തിലും ഒരു അസ്വസ്ഥതയുണ്ടാകും. സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകളുമായുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാം. പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാം. അത് അനുചിതമായ ബന്ധങ്ങളായി മാറാം. ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള സുഖബന്ധങ്ങൾ മൂലവും ഭാഗ്യനഷ്ടം, ഭാഗ്യഹാനി ഉണ്ടാകാനായിട്ട് കർക്കിടകക്കൂറുകാർക്ക് സാധ്യത ഉണ്ട്. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം. ചിങ്ങക്കാർക്ക് 8ലാണ് ശനി, അഷ്ടമ ശനിയാണ്. ദേഹാരിഷ്ടതകൾ ഉണ്ടാകും. അധാർമികമായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഉള്ളിൽ നിന്നൊരു പ്രേരണ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പ്രേരണയ്ക്ക് വഴങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. മറ്റു സുഹൃത്തുക്കളായിട്ടോ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചില അധർമ്മമാണെന്ന് മനസ്സിൽ തോന്നുമെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. വാശി, ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശിയെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വാശിയുടെ പുറത്ത് ചെയ്യും.
അത് മനസ്സിന് അത് അനുകൂലമാകില്ല, പ്രയാസം ഉണ്ടാക്കും. ശത്രുക്കൾ വർദ്ധിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. 6ഉം 7ഉം ഭാവാധിപത്യം വരുന്ന ഗ്രഹമാണ് അഷ്ടമത്തിൽ വരുന്നത്. 7ാം ഭാവാധിപൻ 8ലേക്ക് മാറുമ്പോൾ പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കളവൊക്കെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യാം. വിശ്വാസവഞ്ചന പരസ്പരം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരിൽ നിന്നും വിശ്വാസവഞ്ചന ഏൽക്കാനുള്ളൊരു സാധ്യതയും ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള പ്രേരണ അഷ്ടമത്തിലേക്ക് മാറുന്ന ശനി നൽകും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. വീടിന് നാശം, ഭൂമിക്ക് നാശം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതേപോലെ പ്രിയപ്പെട്ടവർക്ക് അകൽച്ചയുണ്ടാകും, പ്രിയപ്പെട്ടവർ അകന്നു പോകും. പാദ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകും. കാലിന് അസ്വസ്ഥത ഉണ്ടാവും. ദാമ്പത്യമായി വേർപിരിയലിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ അനുചിതമല്ലാത്ത സുഹൃബന്ധങ്ങൾ വളരെയധികം ദോഷങ്ങൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരും പുരുഷന്മാർക്ക് സ്ത്രീകളുമായുള്ള സുഹൃത്തുക്കൾ അനുയോജ്യരായെന്ന് വരില്ല. ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ ചിങ്ങക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകാം. എന്നാലും ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്രം അവസാന 1/4 ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം 7ലേക്കാണ് ശനി, കണ്ടകശനിയാണ്. നിവൃത്തി കാര്യങ്ങൾക്കെല്ലാം തടസ്സം ഉണ്ടാവും. ഒരു കാര്യവും വിചാരിച്ചതുപോലെ നടക്കില്ല. തടസ്സങ്ങളും മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നിട്ടേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അത് ഒരു കാര്യം അങ്ങനെ നടന്നില്ല എന്ന് വെച്ച് നിരാശപ്പെടുകയൊന്നും വേണ്ട. അതിൻ്റെ പുറകെ തന്നെ തൂങ്ങിക്കൊള്ളുക. ദൈവാധീനം ആകണം. ആ ചെയ്യുന്ന കാര്യങ്ങൾ ആകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയാൽ അത് വിജയിപ്പിച്ചെടുക്കാം. തടസ്സവും പ്രയാസവും ഉണ്ടെങ്കിലും. 5, 6 ഭാവാധിപന്മാരാണ് 7ലേക്ക് വരിക. നിവൃത്തി സ്ഥാനം പ്രശ്നമാണ്. എല്ലാത്തിനും ഒരു ബലഹീനത ഉണ്ടാകും. ശത്രുക്കൾ മൂലം കാര്യങ്ങളുടെ തടസ്സം ഉണ്ടാകും, കാലതാമസം ഉണ്ടാകും. എന്ത് കാര്യത്തിനിറങ്ങിയാലും ധനനഷ്ടം ഉണ്ടാകും. എന്നിട്ടാണ് അതൊക്കെ വിജയിക്കുള്ളൂ. അപ്പോൾ ആ ധനനഷ്ടമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മൂലമൊക്കെ പ്രയാസം ഉണ്ടാകും. കാരണം 5ാം ഭാവാധിപന് 7ലേക്കാണല്ലോ വരുന്നത് കന്നിക്കൂറുകാർക്ക്. അപ്പോൾ സന്താനങ്ങൾ അവരുടെ സഹായങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരാം, എങ്കിലും ഉണ്ടാകാം. ചില ബുദ്ധിമുട്ടുകൾ സന്താനങ്ങളിൽ നിന്നുണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരമൊക്കെ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലങ്ങളൊക്കെ ജാതകത്തിൽ ശനി അനുകൂലമാണെങ്കിലാണ് കേട്ടോ. ചില അംഗീകാരങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയും ചെയ്യും കന്നിക്കൂറുകാർക്ക്. ഇനി നമുക്ക് തുലാക്കൂറ് നോക്കാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 1/4 ഭാഗമാണ് തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് 6ലേക്കാണ് ശനി മാറുന്നത്. പൊതുവെ മേന്മയുണ്ടാക്കും. പൊതുവെ മീനത്തിൽ ശനി അനുകൂലവുമാണ്. അപ്പോൾ പൊതുവെ മേന്മയുണ്ടാക്കുന്നതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. 4, 5 ഭാവാധിപന്മാരാണ് 6ൽ സഞ്ചരിക്കുന്നത്. 4ാം ഭാവാധിപൻ 6ലുമാണ്. അപ്പോൾ കുടുംബത്തിൽ ചില ശത്രുക്കൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വീട്ടിലുണ്ടാവും. ശത്രുക്കൾ മൂലം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി എന്താ ചെയ്യുക? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ചെവി കൊടുക്കാതിരിക്കുക. സ്വന്തം തീരുമാനങ്ങൾ, സ്വന്തം ചിന്തകളിൽ ശരിയാണെന്ന് തോന്നുന്നത് മാത്രം കുടുംബത്തിൽ പ്രാവർത്തികമാക്കുക. മറ്റുള്ളവരുടെ വാക്ക് പരമാവധി ഒഴിവാക്കിയാൽ മതി 2.5 കൊല്ലത്തേക്ക്. അപ്പോൾ പ്രശ്നങ്ങൾ കുറയും കേട്ടോ. തുലാക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ഉപദേശത്തേക്കാൾ കൂടുതൽ തൻ്റെ തീരുമാനങ്ങൾ കറക്റ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അതേപോലെ കുടുംബത്തിൽ ചില അഭിപ്രായം, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് പോകണം. കടബാധ്യതകൾ ഉണ്ടാകാം. അതേപോലെ ദേഷ്യമൊക്കെ വർദ്ധിക്കാം. മക്കൾ ശത്രുക്കളായി വരുന്ന ഒരു സമയവുമാകാം. എങ്കിലും ധനപരമായ കാര്യങ്ങളിലൊക്കെ കുറച്ച് നേട്ടങ്ങളൊക്കെ തുലാക്കൂറുകാർക്ക് ഉണ്ടാകും. തൊഴിൽപരമായി കുറേ ഗുണങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാകും. പുതിയ തൊഴിൽ മേഖലയിലൊക്കെ പ്രവേശിക്കാനായിട്ട് തുലാക്കൂറുകാർക്ക് കഴിയുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ ചില നേട്ടങ്ങളും തുലാക്കൂറുകാർക്ക് ഉണ്ടാകും ഈ ശനിമാറ്റം കൊണ്ട്. അപ്പോൾ പൊതുവെ ശനിമാറ്റം കൊണ്ട് ഗുണമാണ് കൂടുതലായിട്ട് തുലാക്കൂറുകാർക്ക് കിട്ടുക.
ജാതകം കൂടെ വളരെ അംഗീകാരം നല്ല അനുകൂലമാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ചില അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയും തുലാക്കൂറുകാർക്ക് ഉണ്ട്. ഇനി വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട 5ലേക്കാണ് മാറുന്നത്. കണ്ടകശനിയുടെ മാറ്റം വൃശ്ചികക്കൂറുകാർക്കായി. കണ്ടകശനി ഒഴിവായി. 3, 4 ഭാവാധിപന്മാരാണ് 5ലേക്ക് മാറുന്നത്. 5 ശനി അത്ര മേന്മയുള്ളതൊന്നുമല്ല. കണ്ടകശനി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. 5ലും ദുരിതം തന്നെയാണ്. പുത്രന്മാർ, അതേപോലെ നമ്മുടെ തൊഴിലാളി, നമ്മളിതിൽ തൊഴിൽ സ്ഥാപനമൊക്കെ നടത്തുകയാണെങ്കിൽ അതിലെ തൊഴിലാളികൾ, ഇവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ. അതിൽ നമ്മുടെ തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലാളികൾ നിൽക്കാതിരിക്കുക, അവർ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പോവുക, ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വൃശ്ചികക്കൂറുകാർക്ക് അനുഭവിക്കപ്പെടുന്ന സമയമാണ്. എന്നാൽ ധനപരമായി ചില നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം, വൃശ്ചികക്കൂറുകാർക്കുണ്ടാകാം. എങ്കിലും തൊഴിൽ രംഗത്ത് വളരെ സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും. എങ്കിലും ചെറിയ ആ കണ്ടകശനി കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിന് സന്തോഷവും സുഖവും സമാധാനവും ഒക്കെ വൃശ്ചികക്കൂറുകാർക്ക് കിട്ടും. ഒരു ആത്മീയമായ കാര്യങ്ങളിൽ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഒന്നിച്ച് സൗഹൃദ അന്തരീക്ഷത്തിൽ ചില യാത്രകളൊക്കെ നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും. മറ്റുള്ളവരിൽ നിന്നൊക്കെ കുറച്ച് അംഗീകാരങ്ങളുമൊക്കെ കിട്ടും. ഈ തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വൃശ്ചികക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലാളികളിൽ നിന്ന് വൃശ്ചികക്കൂറുകാർക്ക് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു ഭാഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറുകാർ, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ്. 4ലേക്കാണ് ശനി. കണ്ടകശനി ആരംഭിക്കുകയാണ്. കണ്ടകശനി കാലമാണ്. 2, 3 ഭാവാധിപന്മാരാണ് വരുന്നത്. തൊഴിലിൽ ചില മേന്മകളും ഒക്കെ ഉണ്ടാകും. ബുദ്ധിപരമായ ചില നേട്ടങ്ങൾ ആസൂത്രണം ചെയ്യാനൊക്കെ കഴിയുമെങ്കിലും അതേപോലെ വിദേശത്തൊക്കെയുള്ള യോഗമൊക്കെ ഉണ്ട്. എങ്കിലും അത് 4ലെ ശനിയാണ്. കുടുംബത്തിലുള്ളവർ ശത്രുക്കളായി മാറും. പൊതുവെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ശത്രുക്കളായി മാറും. കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികമായ ചിലവ് ഉണ്ടാകും. ധനപരമായി കുറേ നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങളുള്ളവർക്കൊന്നും അനുകൂലമല്ല. ചില ഭൂമി നഷ്ടമൊക്കെ ഉണ്ടാകാം. വീട് പണിയൊക്കെ കുറച്ച് താമസങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം. എങ്കിലും വീട് പണിയൊക്കെ തുടങ്ങാനും ആരംഭിക്കാനുമൊക്കെ അനുകൂലം. ജാതകത്തിൽ ശനി നല്ലതാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ വീട് പണി ആരംഭിക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും 4 ശനിയുടെ ദോഷമൊക്കെ തീരുമ്പോഴേക്കും വീട് പണിയും തീർക്കാൻ കഴിയും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അത് തീർന്ന് കിട്ടും. അതേപോലെ മാതാപിതാക്കൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കൾ വിരോധമായിട്ട് തീരും. അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങൾ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മകരം, ഉത്രാടം മുക്കാല്, അവസാന മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം 3ലേക്കാണ് മാറുന്നത്. ലഗ്നാധിപനും 2ാം ഭാവാധിപനുമാണ്. പൊതുവെ അനുകൂലമാണ്. ബുദ്ധിശക്തിയൊക്കെ മകരക്കൂറുകാർക്ക് ഉണ്ടാകും. അല്പം കുടില ബുദ്ധിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അനുകൂലമായ അവസ്ഥ ഉണ്ടാവും. ധനപുഷ്ടി ഉണ്ടാവും. വ്യവസായികൾക്കും വ്യവസായ ആരംഭമൊക്കെ ചെയ്യാൻ നല്ലതാണ്. യാത്രാഗുണമുണ്ടാകും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ രംഗത്തൊക്കെ പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടാനായിട്ട് മകരക്കൂറുകാർക്ക് നല്ലതാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ മകരക്കൂറുകാർക്ക് ഉണ്ടാകുന്നതിന് അനുകൂലമായ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മകരക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമാണ്. അപ്പോൾ ദൈവാധീനമൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ല നേട്ടങ്ങൾ ശനിയുടെ മാറ്റം കൊണ്ട് മകരക്കൂറുകാർക്ക് സിദ്ധിക്കും. മറ്റ് ഗ്രഹങ്ങളും കൂടെ അനുകൂലമാകുകയാണെങ്കിൽ നല്ല നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സഹോദര സ്ഥാനീയരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമില്ലായ്കയൊക്കെ ഉണ്ടാകാം ഇവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും വലിയ ദോഷങ്ങളൊന്നും അവർക്കും ഇതുകൊണ്ടുണ്ടാവുന്നതല്ല.
എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു പോവുക. സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ചെറിയൊരു കലഹം ഒക്കെ വരാം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിച്ചു പോയാൽ മതി. പൊതുവെ മകരക്കൂറുകാർക്ക് അനുകൂലമാണ്. കുംഭം, അവിട്ടം അവസാന പകുതിഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യമുക്കാല്. ഏഴരശനി കാലമാണ്, അനുകൂലമല്ലാത്ത സമയമാണ്. 2ലേക്ക് മാറുന്നു. 12ാം ഭാവാധിപനും ലഗ്നാധിപനുമായിട്ട് വരും. 12ാം ഭാവാധിപൻ 2ലേക്ക് വരുന്നതുകൊണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ, അമിതമായ ചിലവ്, വേണ്ടപ്പെട്ടവരുടെ വിരഹങ്ങൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി അകന്നു പോകേണ്ടി വരിക, ധനപരമായ അധികമായ ചിലവുകൾ ഉണ്ടാകുക, വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാതടസ്സങ്ങൾ ഉണ്ടാകുക ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും ധർമ്മനിഷ്ഠതയൊക്കെ ഉണ്ടാകും, ഒരു സൗമ്യതയൊക്കെ ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനും ആരംഭിക്കുന്നതിനൊക്കെ ഈ കാലഘട്ടം പൊതുവെ അനുകൂലമാണ്. ഏഴരശനിയൊക്കെ ആണെങ്കിൽ പോലും പുതിയ പ്രവൃത്തികളൊക്കെ ഒന്ന് തുടങ്ങാൻ അനുകൂലമായ സമയമാണ്. പക്ഷെ അത് ജാതകത്തിലൊന്ന് പരിശോധിച്ചിട്ടൊക്കെ അത് ചെയ്യാവൂ വേണ്ടതുപോലെ എന്ന് മാത്രം. വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. എങ്കിലും നന്നായിട്ട് ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ വളരെ നല്ലതും ആണ്. മീനക്കൂറ്, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഏഴരശനിയാണ്. 11, 12 ഭാവാധിപന്മാരാണ് ലഗ്നത്തിൽ വരുന്നത്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളെ കാണണം. വിദ്യാതടസ്സങ്ങൾ, ദൂരദേശ ഗമനമൊക്കെ ഉണ്ടാവാം. സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. ധനപുഷ്ടി ഒക്കെ ഉണ്ടാകാം. എങ്കിലും ചില ധനനഷ്ടങ്ങളെയും മീനക്കൂറുകാർ കരുതിയിരിക്കണം. കാര്യം 11ാം ഭാവാധിപനാണ്, ലഗ്നത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലൊക്കെ. പിന്നെ അനാവശ്യമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് 2.5 കൊല്ലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുക. മറ്റുള്ളവരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ചെയ്യേണ്ടത് എന്താണോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അവരിൽ നിന്ന് കൂടുതൽ നല്ല കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കാനും കൂടെ മീനക്കൂറുകാർ ശ്രദ്ധിക്കുക. ജന്മശനി ആയതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ വേണ്ടതാണ്. അതും കൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുക, നമശിവായ ജപിക്കുക, ശാസ്താക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുക, ശബരിമലയ്ക്ക് പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ശനിദോഷം കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും. ഇതൊരു പൊതുവായ കാര്യങ്ങളാണ്. കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർ അവരുടെ ജാതകം കൂടെ പരിശോധിപ്പിച്ചിട്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. ഇത്രയൊക്കെ ചെയ്ത് നന്നായിട്ട് നാമം ജപിക്കാനായിട്ട് ഓർക്കണം. കലിയുഗത്തിൽ നാമജപത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്തേ.